അപ്പോൾ ഹേ ഗൈസ്, ഇതെന്തെന്നറിയാമോ? ഇതാണ് നമ്മൾ ഹാർഡ് കോർ എന്താ ഹാർഡ് കോർ സീരീസൊക്കെ തന്നെ. പക്ഷേ ഇത് റിയൽ മൈൻക്രാഫ്റ്റ് ഒന്നുമല്ല. മൈൻക്രാഫ്റ്റിൻ്റെ ചാത്തനാണ് ചാത്തൻ. എൻ്റെ കയ്യിലെന്തോ മാനം സ്പോണാപ്പ് കിട്ടിയായിരിക്കും. സ്പോണാപ്പ് കിട്ടിയതാണല്ലോ കൈ തന്നെ ഉണ്ടായതെന്ന് നിങ്ങൾ നോക്കി പറയേ. എന്തെന്നറിയാവോ? ഇത് ബ്ലോക്ക് റൈഡ് എന്ന് പറയുന്ന മൈൻക്രാഫ്റ്റിൻ്റെ ചാത്തനാണ്. പക്ഷെ ആള് മൈൻക്രാഫ്റ്റ് തന്നെ. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എങ്ങനെയുണ്ട്, അത് ഞാൻ ഇനി ഇത് കണ്ടിന്യൂ ചെയ്യണോ അല്ലോ ഇതിവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് നിങ്ങൾ പറ. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാനുള്ള കിട്ടില്ല. ഫുഡ് വേണമെങ്കിൽ ഇനിയും കളക്ട് ചെയ്യാം, അത് മൊത്തം എടുക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇങ്ങനെ ചെയ്യുക. കിട്ടില്ലു, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ കിട്ടി. എന്നിട്ട് ഇതിനെ എടുത്ത് ഇവിടെ വയ്ക്കുക. അടുത്തതായിട്ട് കുറച്ച് സ്റ്റിക്സ് ഉണ്ടാക്കണം. അതിന് ഇതിൽ പറ്റില്ലേ, ഇതിൽ കയറുക, കുറച്ച് സ്റ്റിക്സ് ഉണ്ടാക്കുക. അപ്പോൾ ഒരു പിക്കാക്സ്, പിന്നെന്താ ഉണ്ടാക്കാൻ പറ്റും? 2 സോഡില്ലേ, ഒരു സോഡും കൂടി ഉണ്ടാക്കാം. വേറെ വല്ലതും വേണോ? വേറെ ഒരു കുന്തരണ്ടും വേണ്ട, ഇത്ര മതി. വല്ലതും വേണമെങ്കിൽ പിന്നെയും എടുക്കാം. ഓക്കെ, ഇതൊക്കെ റെഡി. ഇനി എന്ത് ചെയ്യേണ്ടി വരും? ഇത് പൊട്ടിച്ചാണല്ലേ പൊട്ട്. ഇതിൻ്റെ ഒരു കാര്യങ്ങൾ പൊട്ടിയില്ല, ഒന്നും പൊട്ടിയില്ലേ? ഇവിടുന്ന് ക്ലിക്ക് ചെയ്തോക്കാം, ഒന്നും പൊട്ടിയില്ലേ? പിക്കാക്സ് അടിച്ചടിച്ചോക്കാം, ഒന്നും പൊട്ടിയില്ല. വാട്ട്, എന്ത് കേസ്? പൊട്ടൊന്നുമില്ല. പൊട്ട് പൊട്ടി എൻ്റെ പൊന്നു. ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ് കേട്ടോ. ഇതൊന്നും നിങ്ങൾ വിശ്വസിച്ച് ഇത് ഗുണമില്ലാത്ത സാധനമാണെന്ന് വിചാരിക്കല്ല. പിന്നെ എൻ്റെ ഫേസ് റിവീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. പിന്നെ വന്നവർ തിരിച്ചു പോകുന്നുണ്ടെങ്കിലും തിരിച്ച് പോവാതിരിക്കുന്നുണ്ടെങ്കിലും താഴെ കാണുന്ന ചുവപ്പാണെങ്കിൽ അല്ലെങ്കിൽ കറുപ്പ്, അതിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതി കാണും. ആ സാധനം ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, എന്നിട്ട് പോയിക്കോ. അയ്യോ ചത്ത്, വലിയ ഭാഗ്യം. ഇല്ല, ഇതൊന്നും ഇല്ല. കുറച്ച് കൊല അടത്തമ്പ എവിടെടാ? പതുക്കെ പോവാം. അതിനെ ആദ്യം ഒന്നും ഉപദ്രവിക്കാൻ പാടില്ല. കോഴി, ഹായ് കോഴി. നമ്മളിങ്ങനെ മാംസത്തിന് മിണ്ടാപ്രാണങ്ങളൊന്നും അടിച്ചുകൂടാ, വെട്ടിക്കൊല്ലണം. അതാണ് അതിൻ്റെ തിയറി. ഓഹോ, കുഞ്ഞായതുകൊണ്ടൊന്നും കിട്ടിയില്ല, മൂഞ്ചിപ്പോയി. ഇതിൽ മോഡും പിന്നെ ഫ്രണ്ട്സിനെ കൂട്ടി കളിക്കാൻ അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. പിന്നെ ക്രിയേറ്റീവ് ഒക്കെ ആക്കാം. ഓക്കെ, അല്ല ഇതിൻ്റെ ഒക്കെ അടുത്ത സ്പോണാക്കിയിട്ട് എന്ത് കൊണു? നമുക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാൻ വില്ലേജ് തപ്പാൻ വേണ്ടി പോവുകയാണെന്ന്. വില്ലേജ് ഇപ്പം തപ്പാൻ പോയാൽ, എൻ്റെ സൗണ്ട് നോക്കിക്കട്ടെ. വില്ലേജ് ഇപ്പം തപ്പാൻ പോയാൽ പിന്നെ ഇതിപ്പോൾ ഒന്നും തീരൂല. ഇതിൽ വില്ലേജ് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. അതിപ്പോൾ റിയൽ മൈൻക്രാഫ്റ്റിലായാലും അതേപോലെ തന്നെ ഇല്ലേ. ഞാൻ വല്ല നിരപ്പായിട്ടുള്ള സ്ഥലം കണ്ട അവിടെ മൊത്തം വീണ്ടും നിരത്തി അല്ലെങ്കിൽ ഒരു വേണ്ടാത്ത സ്ഥലം പോലെയുള്ള വല്ല സ്ഥലം കിട്ടിയ അയ്യോ കുറച്ച് ഡാമേജ് കിട്ടി. എന്താ സൗണ്ട് എഫക്റ്റ് 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. അയ്യോ, ആരാണാവോ ഇത്? മരം വെട്ടിയിട്ടളഞ്ഞേക്കണ്. കണ്ടോ ഗൈസ്, ആരോ മരത്തെ വെട്ടിയിട്ടളഞ്ഞേക്കണ്. നീയാ എന്നാ പിടിച്ചവരടി? അല്ലേ പിന്നെ ഫുഡ് കിട്ടിയ? എൻ്റെ കയ്യിൽ ഫുഡിൻ്റെ സാധനമൊന്നും കുറഞ്ഞിട്ടില്ലല്ലോ. പെട്ട് മക്കളെ, പെട്ട്. എന്തായാലും അയ്യോ 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 അയ്യോ, പണിപാളി. പണിപാളിയില്ല. അയ്യോ, അതെവിടെ നിന്ന് എനിക്ക് വീണ്ടും ഒരു അടിയുടെ ശബ്ദം കേട്ട? അയണല്ലേ ഇരിക്കണത്? വെട്ടി വാ മോനെ. ഇനിയിപ്പോൾ ഞാൻ മൂഞ്ചോ ഇത് കഴിക്കിട്ടൂല്ലേ?
അടിപൊളി. ഇതിന് വുഡൻ പിക്കാക്സ്, സോറി മറ്റേ പിക്കാക്സ് വേണം, സ്റ്റോൺ പിക്കാക്സ്. ഒരു സ്റ്റോൺ റെഡി, 2 സ്റ്റോൺ റെഡി, 3 സ്റ്റോണും റെഡി. ഇനി സ്റ്റിക്ക് ഉണ്ടാക്കണം. എന്നിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടങ്ങൾക്ക് ഇതിൽ വയ്ക്കുക. ഒരു പിക്കാക്സ് ഇങ്ങോട്ട് വയ്ക്കുക. പെട്ടെന്ന് പൊട്ടങ്ങ്. അത് കുറച്ച് ലേക്കാണ്, അത് നോക്കല്ലേ. എനിക്ക് കിട്ടിയത് എന്തോന്ന്, അയണിൻ്റെ സാധനം. അതെങ്ങനെ അയണാക്കി എടുക്കുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ. പോയി ഇങ്ങനെ നെയ്യും കൂടി ഇങ്ങനെ. അയ്യോ, വെറുതെ ഒരെണ്ണം കളയും. ആദ്യം ഇവിടെ ഒരെണ്ണം കൂടി, ആദ്യം ഇവിടെയും ഒരെണ്ണം. എനിക്ക് കുറേ അയൺ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ മിക്കവാറും ഇതിൻ്റെ അപ്പുറത്ത് കാണും. എന്നെ പറ്റിച്ച് ഗൈസ്, ഒന്നും കാണാനുമില്ല. അയ്യോ, ഇപ്പം എൻ്റെ പേടി വല്ല സ്ഥലത്തൊന്നും വല്ലവനും വന്നടിക്കുമോ ആണ്. എങ്ങനെ പോയി വെക്കാം? എന്തായാലും ചാകാനുള്ളത് തന്നെയല്ലേ അല്ലേ. എന്തായാലും ഒരു രാത്രി ഇവിടെ ജീവിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും പോയാൽ അതിൻ്റെ എത്രയാണ് കിട്ടടേ. ഞാൻ ഇവിടെ വെച്ചിട്ട് ഇതിനിങ്ങനെ വെച്ച് എങ്ങനെ ഞെക്കാം, അങ്ങനെ ഞെക്കിപ്പിടിച്ച് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഞെക്കിപ്പിടിച്ച് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഞെക്കിപ്പിടിച്ച് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഒന്നും സംഭവിച്ചില്ലേ? ഇതിൽ അയണിനെ വെച്ചൊന്നും ഉണ്ടാക്കാൻ പറ്റൂലേ. ആൻറ്റി സൈറ്റ് ഇതെന്തോന്ന്, ഇതെന്താ, അതെന്തെങ്കിലും ആട്ടെ. ഇതെന്തോന്ന്, എനിക്കിപ്പോൾ അയൺ വേണം. അയണെന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഇറാൻ അയൺ കിട്ടിയിരുന്നു. ഇങ്ങോട്ട് ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോയി തപ്പാൻ. എന്നാൽ വെച്ച് ക്രാഫ്റ്റിംഗ് ടേബിൾ താപ്പി. അതെന്തോന്ന്, അയൺ നഗട്ട്. വാട്ട്? ഇങ്ങോട്ടാക്കോ ഒരു നഗട്ടും. നഗട്ടൊക്കെ എന്തോന്നടേ, എത്ര ഇത് കിട്ടും? തന്നെ 2 കറക്കി കളിക്കണം. അയ്യോ, അപ്പം എനിക്ക് അയൺ എവിടെ നിന്ന് കിട്ടും? എന്തായാലും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇത് വെച്ച് വല്ലത് ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ. അപ്പം എൻ്റെ കയ്യിൽ ഇരിക്കല്ലേ സ്റ്റിക്ക്. അയൺ പിക്കാക്സ്. ഇതെന്താന്ന്, അയണിൻ്റെ ഇങ്ങോട്ട് വേണം. ഓ എൻ്റെ പൊന്നോ, ഇതിന് എൻ്റെ പൊന്നോ വേണ്ടേ വേണ്ട. എന്നാലും എനിക്ക് കിട്ടിയതാണല്ലേ അയൺ, അത് വല്ലതും ആട്ടെ. ഇങ്ങ് വാ മോനെ, നമുക്കിവിടെ കുറച്ച് സ്റ്റോൺ പൊക്കിയെടുക്കാം. അവിടുത്തെ സ്റ്റോൺ ആയിരിക്കണം. അവൾക്ക് സ്റ്റോൺ എടുക്കാൻ പോയ അവസാനം നമ്മളെ വല്ല കല്ലിൻ്റെ അടിയിൽ നിന്ന് തപ്പിയെടുക്കേണ്ടി വരും. ഇതെന്ത് വന്നു? പോവാ അങ്ങോട്ട്. ആർക്കെങ്കിലും കണ്ടോ? അറിയാണ്ട് കയ്യേറ്റി വന്നണേ. അത് ഞാനൊന്നും അല്ലേ അല്ല അത് വേറെ അരോവാണ്. കൊകശ്ശേരിക്കും സൂക്ഷിച്ചോ. അങ്ങനെയൊന്നും പറഞ്ഞ് വീഡിയോ കാണാണ്ട് പോലെ ആരും. എത്ര സ്റ്റോൺ കിട്ടിയോ എന്ന്, കിട്ടിയ ഞമ്മക്ക് ലാഭമല്ലേ. ഈ വീഡിയോ നിർത്താൻ ഇനിയും കുറച്ച് സമയങ്ങൾ മാത്രം. കുറച്ച് സമയം എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ഒരു 10 മിനിറ്റ് ആയി കാണും. 10 മിനിറ്റ് ആയില്ലേ?
ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നതിൽ എന്താ രസം. അയ്യോ, ഇതനങ്ങണമില്ല ശവ പനങ്ങി. എൻ്റെ പൊന്ന ഭ്രാന്ത് പിടിക്കണം. ഇപ്പം അനങ്ങാൻ തോന്നുന്നല്ലേ ഇതിന്. ഇപ്പം ഓക്കെ. പൊട്ട് പൊട്ട്. ഇവിടെ വരെ ഉള്ള എന്നാൽ ഇവിടെ വരെ കുഴിച്ചിട്ട് നമുക്ക് വീണ്ടും അങ്ങോട്ട് കുഴിക്കാം. അയം കിട്ടി, പക്ഷെ എന്തോ ഗുണത്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു കാര്യം ചെയ്തോക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ അതിനൊക്കെ ആര് ടൈപ്പ് ചെയ്ത് വെച്ചേക്കണം. അയ്യോ, ഇതിൻ്റെ ഒരു അയ്യോ, ഞാനിപ്പോൾ ചാവേ. എൻ്റെ പോയി ഇത് എവിടെന്ന് കൊള്ളണി അടി. അങ്ങിറങ്ങി ജസ്റ്റ് മിസ്. എൻ്റെ പോഞ്ഞു. അല്ലോ, ഞാൻ ചത്തു. അപ്പോൾ ഈ വീഡിയോ എൻ്റെ പോയി. അപ്പോൾ ടാറ്റ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ ജീവനോടുണ്ടെങ്കിൽ കാണാം. ടാറ്റ.